പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ വഴിത്തിരിവുകൾ ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. കൺമണിയെയും കൃഷ്ണയെയും കാണുന്നതിനായി ഇപ്പോൾ വന്നിരിക്കുകയാണ് കൃഷിന്റെ അമ്മ. സുജിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കൺമണി പകച്ച് നിന്നുപോയിരിക്കുകയാണ്. ഇതോടെ കൺമണിയോട് പേടിക്കേണ്ടതൊന്നുമില്ല, ഞാൻ കൺമണിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതോടെ കൺമണിയാകെ ഞെട്ടുകയും, എന്താണ്, എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് വളരെയധികം ദേഷ്യവും എതിർപ്പുമാണ് ഈ കാര്യത്തിൽ ഉണ്ടായത് എങ്കിലും പിന്നീട് ഇരുന്ന് ചിന്തിച്ചതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുന്നതിനായി വന്നിട്ടുള്ളത്. എന്താ പറയാനുള്ളതെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ. കൃഷുമായുള്ള നിന്റെ അടുപ്പത്തെ പറ്റി ഞാൻ അറിഞ്ഞു. എന്തായാലും കൃഷിന് നിന്നെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം കൃഷ് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനായി വന്നത്. നമുക്ക് ആ വിവാഹം നടത്താം. കൃഷിന്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു എതിർപ്പും ഈ കാര്യത്തിൽ ഇല്ല എന്ന് ഞാനിപ്പോൾ തുറന്നു പറയുകയാണ്. നീ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊള്ളൂ. ഇതോടെ കൺമണിക്ക് വളരെയധികം സന്തോഷമാകുന്നു. കൺമണി, നീ വളരെ നല്ലൊരു കുട്ടി തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ മാനസിയുടെ വാക്ക് കേട്ട് ഞാൻ കുറച്ച് സമയം നിന്നെ വെറുത്തു എന്നുള്ള കാര്യവും സത്യം തന്നെ. അതുകൊണ്ടാണ് ഞാൻ ചെയ്ത തെറ്റ് തിരുത്തുന്നതിനായി ഇപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇനി ഇതുപോലൊരു തെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായോ? എന്തായാലും അബദ്ധം പറ്റിപ്പോയി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഇനിയില്ല. നീ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് വരണം. ഞാൻ സാഗറിനെയും കൂട്ടിക്കൊണ്ട് നിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ കൃഷ്ണന്റെയും കൺമണിയുടെയും വിവാഹം വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കാൻ പോവുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.